ദൈവത്തിന് അനുഗ്രഹിക്കാൻ നമ്മുടെ എന്തെങ്കിലും വേണോ? നാം ഓരോരുത്തരും നമ്മളെ വെസലായി പണിത കർത്താവിന് ഒരു ഉദ്ദേശമുണ്ട്. ദൈവത്തിന്റെ ആ പ്ലാനിനനുസരിച്ച്, പദ്ധതിക്കനുസരിച്ച് നമ്മൾ നമ്മളെ അലൈൻ ചെയ്യണം. നിന്റെ നുറുക്കുകളെ ശേഷിപ്പുള്ളവനാക്കി തീർക്കുന്ന ദൈവമാണ് എന്റെ ദൈവം. കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് നമ്മൾ അനുഗ്രഹിക്കപ്പെടാനാണ്. God has called us to be a blessing. എത്ര പേർക്ക് ഉറപ്പുണ്ട് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്ന അനുഗ്രഹിക്കപ്പെടാനാണ്? How many of us believe in our heart that God has called us to be a blessing? ദൈവത്തിന്റെ പദ്ധതികൾ എപ്പോഴും നമ്മുടെ പദ്ധതിയെക്കാളും വലിയ പദ്ധതികളാണ്. And God's plans are greater than what we have for ourselves. അതുകൊണ്ട് യെശയ്യാ പ്രവചനം 55-ാം അധ്യായം അതിന്റെ 8ഉം 9ഉം വാക്യം നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ വചനമാണ്. Isaiah chapter 55 verse 8 and 9. ഒന്ന് വായിക്കാം. എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങൾ അല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല എന്ന് അരുളി ചെയ്യുന്നു. അടുത്ത വാക്യം. ആ ആ ആ ആ കണ്ടോ? അപ്പോ യഹോവ ഇതിനെ കമ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ തൻ്റെ സൃഷ്ടിയെ നോക്കിയിട്ട് നമ്മളോട് പറയുകയാണ്, നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ വേണമല്ലോ അന്നും ഇന്നും പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവം നമ്മളോട് സംസാരിച്ചിട്ടുള്ളത്. So God is looking at his creation, and in the past and also even now God is looking at his own creation and prophesying to them. അവിടെ പറയുക, ആകാശം ഭൂമിക്ക് മേളിൽ ഉയർന്നിരിക്കുന്നത് പോലെയാണ് എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളെക്കാളും എൻ്റെ പ്ലാൻ നിങ്ങളുടെ പ്ലാനിനേക്കാളും വലിയതാ. Here in verse 9, for as the heavens are higher than the earth, so are my ways higher than your ways and my thoughts than your thoughts. ആമേൻ. അതുകൊണ്ട് നമ്മൾ അതിനകത്തുനിന്നും പഠിക്കേണ്ട കാര്യം, നമ്മൾ വിചാരിച്ചത് കൊണ്ട് ഒരു കാര്യവും ഇല്ല. So with these words we can understand that even if we plan great things, it is not going to happen. നമ്മൾ പ്ലാൻ ചെയ്തത് കൊണ്ടും ഒരു കാര്യവുമില്ല. And if we plan, even though we plan, it is not necessary to be happening. എന്നാ ചില ആൾക്കാർ പറയുന്നത് പോലെ നമുക്ക് പറയാനും പറ്റുമോ? നടക്കേണ്ടതൊക്കെ അങ്ങ് നടക്കും, അത് നമ്മൾ വീടുള്ളൂ. But as others in this world say that whatever is supposed to be happening, it will happen. എന്നാൽ ചില ആൾക്കാർ പറയുന്നത് എന്നാ പിന്നെ കൈ കെട്ടി നമുക്ക് വീട്ടിൽ കിടക്കാം, കർത്താവ് എല്ലാം അറിയുന്നല്ലോ, നമ്മളൊന്നും ചെയ്യണ്ട എന്ന അർത്ഥത്തിലാണോ? And some also do say that because God is going to do everything, I just need to go and sleep on my bed. ചിലർ പ്രാർത്ഥന വിശ്വാസം പ്രവർത്തിക്കത്തില്ല, വീട്ടിൽ കൈ കെട്ടി ഇരുന്നാൽ നടക്കുമോ? And some say I just have faith and faith, I will just not do anything, but God will work out. ഈ വചനത്തിന്റെ ദൈവം ഉദ്ദേശിക്കുന്ന കാര്യം എന്താണ്? Through these words, what God is trying to say is, ദൈവം പറയാ, നിങ്ങൾ വിചാരപ്പെടുന്നത് കൊണ്ട് ഒരു മുഴം നീട്ടുവാനോ നിങ്ങളുടെ മുടി കറുപ്പിപ്പാനോ വെളുപ്പിപ്പാനോ കഴിയത്തില്ല. God is saying that just by thinking a lot or having your own thoughts, you cannot change anything, or you cannot change your hair from white to black again. നിങ്ങൾ ചിന്തിച്ചാലൊത്ത് അതിനൊരു അന്തവുമില്ല. കാരണം ആകാശവും ഭൂമിയും തമ്മിലുള്ള അന്തരം പോലെയാണ് എൻ്റെ പ്ലാനും നിങ്ങളുടെ പ്ലാനുകളും. So even if you think there is no way and there is no end to your thoughts, because as the heavens are higher than the earth, so are my ways. അപ്പോൾ അതിന്റെ അർത്ഥം എന്താ? നമ്മൾ പ്ലാൻ ചെയ്യണ്ട എന്നാണോ? So does it mean that we do not need to plan? നമ്മൾ കഴിഞ്ഞ രാത്രിയിൽ ഇതൊക്കെ പ്ലാൻ ചെയ്തതും അടുക്കി വെച്ചതുകൊണ്ടും ഇതിനെ സെറ്റ് ചെയ്തുകൊണ്ടല്ലേ ഇന്ന് ഇപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ആരാധിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ പറ്റുന്നത്. So just because we planned and we worked out yesterday night is the reason why we are here just with everything ready. അല്ലെങ്കിൽ നമ്മൾ രാവിലെ എഴുന്നേറ്റ് ദൈവം എല്ലാം നോക്കിക്കോളും എന്ന് പറഞ്ഞ് ഇവിടെ വന്നിരുന്ന ഈ സിസ്റ്റംസ് ഒക്കെ വർക്ക് ചെയ്യുമോ? But if we just say that God will just do everything and we'll just come here, and if we do so, will these systems work or will we be there? അതൊരിക്കലുമില്ല. It will never happen. എന്നാൽ ദൈവവചനം പറയുന്നതിന്റെ അതിന്റെ അന്തസത്ത എന്താണ്? But what is the real meaning that is hidden here? ഒന്ന്, ദൈവവുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുന്ന വ്യക്തികൾ
ദൈവത്തിന് എന്നെക്കുറിച്ച് ഒരു പദ്ധതി ഉണ്ടെന്ന് തിരിച്ചറിയുന്നു. So those who have a relationship with God, they know that God has a plan for me. ഞാൻ ഇന്ന കുടുംബത്തിൽ ജനിക്കണമെന്നും ഞാൻ ഇങ്ങനെ ജനിക്കണമെന്നും തീരുമാനിക്കുന്ന ദൈവമാണ്. I need to be born in this family and I need to be here in so and so place is God's plan. ആ ദൈവത്തോട് നമ്മൾ അടുക്കുമ്പോൾ And when we come closer to him, ഒരു കാര്യം മനസ്സിലാക്കുന്നു, ദൈവത്തിന്റെ പ്ലാൻ തുടങ്ങിയത് എന്നെ കണ്ടപ്പം മുതലല്ല, ഞാൻ അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ദൈവത്തിന് എന്നെക്കുറിച്ച് അറിവുണ്ടായിരുന്നു. and it's just because if some things happen in my life doesn't mean that God's plan have been done, but God knew me even while I was forming in my mother's womb. ഒരിക്കൽ കൂടെ ചിന്തിച്ചു കഴിയുമ്പോൾ, ഒരിക്കൽ കൂടെ കർത്താവിനോട് അടുത്ത് കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാകും, തിരുവചനത്തിലൂടെ ലോകസ്ഥാപനത്തിന് മുമ്പേ ക്രിസ്തുവിൽ ദൈവം എന്തു കണ്ടു, എന്നെ കണ്ടിരിക്കുകയാണ്. And even as we study the Bible further, we know that even before the foundations of the world were laid down, God saw us, knew us in Christ. Through Christ he knew us. അതുകൊണ്ട് ഞാൻ എൻ്റെ രീതിയിൽ ഞാൻ വിചാരപ്പെട്ടിട്ട് കാര്യമില്ല. So if I take tensions through my ways, there is no use. എൻ്റെ രീതിയിൽ ഞാൻ പ്ലാൻ ചെയ്തിട്ട് കാര്യമില്ല. And there is no use in thinking and planning according to my ways. ഞാൻ വിചാരപ്പെടുന്നതും ഞാൻ പ്ലാൻ ചെയ്യുന്നതും, whatever I think and I plan, ദൈവം പ്ലാൻ ചെയ്തു വെച്ചിരിക്കുന്നതുമായിട്ട് തുലനം ചെയ്തിട്ട് വേണം ഞാൻ അതിനോട് ബന്ധപ്പെട്ട് വേണം പ്ലാൻ ചെയ്യാൻ. What God is thinking and planning about me, we need to compare it with God's ways, and then we have to start planning or thinking about it. കുഞ്ഞുങ്ങളെ അടക്കി ഇരുത്തണമേ. എസ്തർ, അന്ന, പ്ലീസ് കീപ് ക്വയറ്റ് ദേർ, ഓക്കെ? പേരൻസ് അവിടെ അതിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നതിന്റെ കാര്യം, what I am trying to say is, നമ്മൾ പലപ്പോഴും പ്ലാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, when we plan things, ദൈവത്തിന്റെ പ്ലാനിനെ കുറിച്ച് നമ്മൾ ആരായത്തില്ല. we don't know anything about God's plan. ദൈവത്തിന്റെ പ്ലാനിനെ കുറിച്ച് നമുക്ക് ഒരു ബോധ്യവുമില്ല. And we don't even have an idea of what God is thinking about us. നമ്മുടെ സാഹചര്യവും നമ്മുടെ കണ്ണും എത്തുന്ന രീതിയിൽ നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ചാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. We usually think and plan according to up to what point our eyesight can reach. അതുകൊണ്ടാണ് പലപ്പോഴും അത് വ്യർത്ഥമായി പോകുന്നത്, അത് ടെമ്പററി ആയി മാറുന്നത്, അത് പലപ്പോഴും പരാജയമായി മാറുന്നത്. That's the reason why most of our plans they just fall down, they remain temporary and just for a short time. ദൈവത്തെ തിരിച്ചറിഞ്ഞ, ദൈവത്തെ അറിഞ്ഞ ദൈവ മക്കൾ നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ പ്ലാൻ തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് ഞാൻ ഇവിടെ എന്നെ സെറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. But those who know God, they try to understand God's plan in our lives, and we try to mold our plan according to God's will. അപ്പം കുടുംബങ്ങളോടും വ്യക്തികളോടും ഓരോ കുഞ്ഞുങ്ങളോടും ഓരോ തലമുറകളോടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, so I am trying to say to all the families, students, or every individual here is, നമ്മുടെ ഭാവിയെ നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്, we need to plan about our future. നമ്മൾ ആ ഭാവിയെ പ്ലാൻ ചെയ്യേണ്ടത്, how we need to plan our future, ആ പ്ലാനിനനുസരിച്ച് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യേണ്ടത്, and how we need to work out towards reaching the goal. ദൈവം വെച്ചിരിക്കുന്ന ഒരു മോഡൽ നോക്കിയിട്ട് വേണം ഇവിടെ സെറ്റ് ചെയ്യാനായിട്ട്. We need to first understand what God has planned for us and then continue in that way. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികൾക്കും വ്യത്യസ്തമാണ് ദൈവത്തിന്റെ പദ്ധതി. Here, whoever is sitting here, everyone has a different plan according to God. ഇവിടെ ഇരിക്കുന്ന ഓരോ ഫാമിലീസിനും ദൈവത്തിന്റെ പ്ലാനുകൾ വ്യത്യസ്തമാണ്. And every family has a different plan in God's side. അടുത്ത ആൾ ആ കാര്യത്തിൽ വിജയിച്ചത് കൊണ്ട് അത് എൻ്റെ പർപ്പസ് ആക്കി മാറ്റരുത്, അതെന്റെ ഡെസ്റ്റിനേഷൻ ആക്കി മാറ്റരുത്. നമ്മൾ ദൈവത്തിങ്കിലേക്ക് നോക്കണം. If the person sitting beside you was successful in that plan, it's not necessary that you would be also. നമ്മൾ അങ്ങനെ നോക്കി കഴിയുമ്പോൾ, നമ്മൾ അതനുസരിച്ച് നമ്മൾ കാലുകൾ മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ ഒരിക്കലും താലടിയായി പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. And when we continue in that way, when we think about God's will in our lives, we will never fall down.
കാരണം അവന്റെ പദ്ധതികളൊന്നും ഇതുവരെയും പരാജയപ്പെട്ടിട്ടില്ല. Because God's plan has never failed. അവന്റെ പ്ലാനുകളൊന്നും പരാജയപ്പെട്ടിട്ടില്ല. It has never failed in any of this history. അത് എന്നേക്കും സ്വർഗ്ഗത്തിൽ നിലനിൽക്കുന്നത് പോലെ ഭൂമിയിലും നിലനിർത്താൻ അധികാരമുള്ളവനാണ് നമ്മുടെ സേവിക്കുന്ന ദൈവം. So just as it is eternal and it is steady, it is steadfast in the heavens, it will always be steadfast in this earth. അതുകൊണ്ട് ദൈവവചനം പറയുന്ന പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിന്റെ വെള്ളം ഇരച്ചു കലങ്ങിയാലും, So the word says that even if the earth moves away and the mountains fall into the depths of the sea, എന്റെ വചനങ്ങൾക്ക് മാറ്റം സംഭവിക്കത്തില്ല. there will not be any change in God's അപ്പം word. നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പ്ലാൻ പദ്ധതി ദൈവം ഒരിക്കലും എറേസ് ചെയ്ത് കളയത്തില്ല. So whatever God has planned for you, it will never be failed, it will never be erased. നമ്മൾ ഓരോ ദിവസവും നമ്മുടെ മനസ്സിനെ പുതുക്കി ദൈവത്തിന് എന്നെ കുറിച്ചുള്ള പ്ലാനും പദ്ധതിയും തിരിച്ചറിയുക ദൈവവചനത്തിലൂടെ. So each day we need to renew our heart, renew our mind, know God's plan through the word of God. And പ്രാർത്ഥനയിലൂടെ, it would be through the prayers, കൂട്ടായ്മയിലൂടെ, it would be through the fellowship. ഇതിന്റെ എല്ലാം സാരാംശം ഒന്നുകൂടെ എനിക്ക് എന്നെ കുറിച്ചുള്ള ക്ലിയർ വിഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്, ദൈവത്തിന് എന്നെ കുറിച്ചുള്ള ക്ലിയർ വിഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നാം ഇതെല്ലാം ചെയ്യുന്നത്. And all of these we are doing so we would know God's will, we would understand it. അതുകൊണ്ട് അടുത്തിരിക്കുന്ന ആൾ തെരഞ്ഞെടുത്ത വഴി നാം ചൂസ് ചെയ്യാൻ പോകരുത്. So the person sitting beside you, he may have his own way, you don't need to choose this. അടുത്തിരിക്കുന്ന സക്സസ്ഫുളിന്റെ ഫാക്ടർ റീസൺ അനുസരിച്ച് അതനുസരിച്ച് ഫോളോ ചെയ്യാൻ പോകരുത്. So people sitting beside you, if they were successful, it doesn't mean that you can copy them. ദൈവത്തിന്റെ കയ്യിലെ ഡിഫറെന്റ് വെസൽസ് ആണ് നാം ഓരോരുത്തരും. We are all different vessels in the hands of God. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് ഞാൻ നിന്നെ അനുഗ്രഹിക്കാനാണ് വിളിച്ചിരിക്കുന്നത്. But God has called us to be blessed. യെരമ്യാ പ്രവാചനം 29-ാം അധ്യായം 11-ാം വാക്യത്തിനകത്ത് ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്. In Jeremiah chapter 21 verses 11. For I know the plans for you, not to destroy you, മറിച്ചെന്താ, but to prosper you. ആ വാക്യം ഒന്നിടമാ, 29:11. 29 verses 11. Jeremiah 29. Yeah. For I know the plans I have for you, declares the Lord, plans for welfare and not for evil, to give you a future and a hope. മലയാളത്തിൽ ഇങ്ങനെ, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം, ഒന്ന് വായിക്കാമോ? ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. നിരൂപിക്കുന്ന നിരൂപണങ്ങൾ എന്തെന്ന് ആരറിയുന്നു? ഞാൻ അറിയുന്നു. നിങ്ങൾക്ക് അല്ലെങ്കിൽ നമുക്ക് അത് ചിലപ്പോൾ മനസ്സിലാകത്തില്ല. പക്ഷെ എനിക്ക് വ്യക്തമായ ഉറപ്പും വ്യക്തമായ കോൺഫിഡൻറ്റുമുണ്ട് ഞാൻ എന്താ നിങ്ങളെക്കുറിച്ച് വിചാരിച്ചിരിക്കുന്നത്. So even though God is saying here that even though we may not be sure about what we think about ourselves, but God has a definite plan for us. അത് സാഹചര്യത്തിനനുസരിച്ച് ഫ്ലക്ച്വേറ്റ് ചെയ്യപ്പെടത്തില്ല ദൈവത്തിന്റെ പ്ലാനുകളൊന്നും. And so it will not change according to the situations we are in each day. അത് തിന്മയ്ക്കല്ല നന്മയ്ക്കായിട്ടുള്ള നിരൂപണങ്ങളാണ് എൻ്റെ ഓരോ നിരൂപണങ്ങളും. And so it is not for evil, but it is for our welfare. പുറമേ കാറ്റടിക്കുന്നു എനിക്ക് തോന്നിയാലും അത് ഗുണത്തിനാക്കി മാറ്റി തീർക്കാൻ ദൈവത്തിന് അതിന്റെ പിന്നിൽ ഒരു ഉദ്ദേശമുണ്ടെന്ന് ദൈവത്തിന് നല്ല ഉറപ്പുണ്ട്. Even though we may face storm outwardly, but it is through God, and God has a plan behind that storm as well, we need to know. ഈ കേറ്റത്തിന് അപ്പുറത്ത് ഒരു ആറ്റിൻകോട്ടത്തെ ഞാൻ വെച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ദൈവത്തിനെ അറിയത്തുള്ളൂ. When we reach up to the top of the mountain, God has prepared a lamb for the sacrifice. Only God knows about it. യാഗമർപ്പിക്കാൻ പോകുന്ന അബ്രഹാമിനും അറിയത്തില്ല, ഇസഹാക്കിനും അറിയത്തില്ല. Neither Abraham nor Isaac, they both didn't know that there was a lamb prepared for them up. പക്ഷെ ദൈവത്തെ തിരിച്ചറിഞ്ഞ മനസ്സിലാക്കിയ ദൈവത്തിന്റെ സ്നേഹിതനായ അബ്രഹാമിന് നല്ലൊരു ബോധ്യമുണ്ട്. But Abraham, who knew God very well, and because he was God's friend, he knew that God would prepare something for him. ദൈവം ഒരിക്കലും ഒരു ദോഷവും എനിക്ക് ചെയ്യത്തില്ല. He knew that God will never have any evil plans for me. എനിക്കൊരു മകനെ ദൈവം തരാൻ കഴിയുമെങ്കിൽ, if God can give me a son now, ഈ ചാരത്തിൽ നിന്നും മക്കളെ തരാൻ ദൈവത്തിന് കഴിയും. God can create another set of children through the ashes here. പക്ഷേ ഇവിടെ നിന്നുകൊണ്ട് ആ പ്ലാനിനെ മനസ്സിലാക്കാൻ അബ്രഹാമിന് കഴിഞ്ഞില്ല. But standing at the tip of the mountain, he couldn't understand what was God's plan. എന്നാൽ ദൈവം അപ്പുറത്തൊന്ന് ഒരുക്കി വെച്ചിട്ടാണ് ഒരു കയറ്റത്തെ ദൈവം കൊടുത്തത്. But God had already prepared a lamb, and towards the end of the
highest point of the mountain, and then നമ്മുടെ God called. ജീവിതത്തിൽ ഓരോ കയറ്റങ്ങൾക്ക് അപ്പുറത്ത് ദൈവം ഒരു നന്മ ഒരുക്കി വെച്ചിട്ടാണ് കയറാൻ പറയുന്നത്. God has planned definite things in our lives, and then God asks us to start climbing the mountain. ഇന്ന് പകൽ എത്ര പേർ ആ വചനത്തെ ഒന്ന് വിശ്വസിക്കുന്നുണ്ട്? How many of us believe these words? നിന്റെ കരച്ചിൽ നിന്റെ പ്രയാസത്തിന് അപ്പുറത്ത് നിന്നെക്ക് വേണ്ടി മാത്രം ഡിസൈൻ ചെയ്ത ഒരു പദ്ധതി ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. Apart from your tears and your cry, God has a definite plan for you towards the end when you reach the അത് top. എനിക്കും നിങ്ങൾക്കും വേണ്ടി മാത്രം ഡിസൈൻ ചെയ്തു വെച്ചിരിക്കുന്നു. And it is designed just for you and me individually. അത് വീടായിക്കോട്ടെ, ജോലി ആയിക്കോട്ടെ, നന്മ ആയിക്കോട്ടെ, അനുഗ്രഹമായിക്കോട്ടെ, മക്കളായിക്കോട്ടെ, നിത്യതയായിക്കോട്ടെ, സകലതും ദൈവം നമുക്ക് വേണ്ടി മാത്രം ഡിസൈൻ ചെയ്തു And വെച്ചിരിക്കുന്നു. it may be any materialistic blessing, and it is also the eternal life as well. ഓരോ നക്ഷത്രങ്ങളെയും ദൈവത്തിന് പേര് ചൊല്ലി വിളിക്കുന്നുണ്ടെങ്കിൽ And God has called every star by its name. നമ്മളെ നല്ലതുപോലെ അറിയുന്ന ഒരു ദൈവം നമുക്കുണ്ട്. And God knows us better than we know ourselves. 1 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായം അതിന്റെ 9-ാം വാക്യത്തിനകത്തും 8-ഉം 9-ഉം വാക്യത്തിനകത്ത് 1 Peter chapter 3, 8 and 9. പുതിയ നിയമത്തിലും നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം ഇതാണ്. When what we read in the New Testament, 1 പത്രോസിന്റെ ലേഖനം, finally all of you have ആ, unity of mind, sympathy, brotherly love, a tender heart and a humble mind. Do not repay ആ. evil for evil or reviling or for reviling, but on the contrary bless for to those you were called, that you may obtain a blessing. ആമേൻ. നിങ്ങൾ അനുഗ്രഹം ഒന്ന് വായിച്ച് എൻ്റെ കൂടെ ഒന്ന് വായിക്കാം. നിങ്ങൾ അനുഗ്രഹം Please say together, for to this you were called, അനുഭവിക്കേണ്ടതിന്. വാക്കെന്താണ്? അനുഭവിക്കേണ്ടതിന്. that you may obtain. നോക്കേണ്ടതിനല്ല, Not to look at the blessing, കാണേണ്ടതിനല്ല, not to just see the blessing. പിന്നെന്താ? ആ അനുഗ്രഹം ഞാൻ ഓരോരുത്തരും വ്യക്തിപരമായി, കുടുംബമായി, സഭയായി അനുഭവിക്കേണ്ടതിന്. It is just to experience that blessing individually and family wise. ദൈവം ഇങ്ങനെ ടോട്ടാലിറ്റിയിൽ ഇങ്ങനെ പറയാം, എല്ലാവർക്കും അനുഗ്രഹിക്കട്ടെ. ഞാൻ ഇന്ന് പറയുന്നത് പോലെ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. കാരണം ഞാനൊരു മനുഷ്യനാ, എനിക്കൊരു വ്യക്തി അനുഗ്രഹിക്കാൻ പറ്റത്തില്ല. So God doesn't say as usually men say that let everyone be blessed, because I am also a human being. I cannot bless any person here. ഇവിടെ 100 അല്ല 200 അല്ല 500 പേര് വന്നാലും അവർക്ക് ഓരോരുത്തർക്കുമുള്ള വ്യക്തിപരമായ അനുഗ്രഹം ദൈവത്തിന്റെ കയ്യിലുണ്ട്. So if there are hundreds, 200 or 500 or even more, God has a personal blessing for every individual here. അതുകൊണ്ട് എഫേസ്യ ലേഖനത്തിന് പറഞ്ഞു, അവന്റെ മഹിമാധനം ഇന്നതെന്ന് തിരിച്ചറിയുവാൻ ദൈവമേ എൻ്റെ കണ്ണുകളെ തുറക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. So in Ephesians we read that God enlighten my eyes so that I can see the blessings in you, Lord. അതിന്റെ അർത്ഥം ഇവിടെ ഇരിക്കുന്ന ആരോനും ദൈവം ഒരു അനുഗ്രഹം വെച്ചിട്ടുണ്ട്. That's the reason why even Aaron has a blessing here. ജോബിന് വെച്ചിട്ടുണ്ട്. Jobin has a blessing as അങ്ങ് well. പുറകിലിരിക്കുന്ന ആശീഷിനും ദൈവം അനുഗ്രഹങ്ങൾ വെച്ചിട്ടുണ്ട്. And even Ashish brother has a blessing. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികൾക്കും ദൈവം മാറ്റി മാറ്റി അനുഗ്രഹങ്ങൾ അവരുടെ പേരിൽ എഴുതി വെച്ചിട്ടുണ്ട്. And for every individual sitting here, God has a blessing in store for you. അപ്പോൾ നമ്മൾ കാണാൻ വേണ്ടിയിട്ടല്ല കർത്താവ് വിളിച്ചത്, അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ്. So God has not called us just to see those blessings, but to obtain it, to receive it. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട് എന്നെ വിളിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? How many of us understand why God has called me? ഒന്ന് പറഞ്ഞു, ഞാൻ അനുഭവിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. It's to experience that blessing. ഞാൻ അനുഭവിക്കാൻ വേണ്ടിയിട്ടാ, It's for my experience. കാണാൻ വേണ്ടിയിട്ടല്ല, It's not just to see things, നോക്കി വിലയിരുത്തിയിട്ട് പോകാനല്ല. just to look and not to look and value it. ചിലർ പറയത്തില്ല, ഓ ദൈവം സഹായിക്കട്ടെ, ദൈവം ബലപ്പെടുത്തട്ടെ, അവരെ വല്ലവരെ നോക്കിയിട്ട് നല്ല കാര്യമാണ്. പക്ഷെ നമ്മുടെ അകത്ത് നിരാശ, എനിക്ക് പറ്റുന്നില്ലല്ലോ. പക്ഷെ ഈ ദൈവവചനം തിരിച്ചറിയുമ്പോൾ നമുക്കൊരു ഉറപ്പുണ്ട്, ഇത് അനുഗ്രഹം കാണാൻ വേണ്ടിയിട്ടല്ല, ഇത് അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ്. Usually people say, may God bless you, may God help you, but that is the only thing what humans can do. But here God says that I have called you to be a blessing. ദൈവം പറയാ, ആകാശം ഭൂമിക്ക് മേലെ ഉയർന്നിരിക്കുന്നത് പോലെയാണ് എൻ്റെ പ്ലാനുകളും എൻ്റെ പർപ്പസുകളും നിങ്ങളെക്കുറിച്ച്. God says here, just as the heavens are higher than the earth, so are my ways and my thoughts for you. അതുകൊണ്ട് ഭൂമിയിലിരിക്കുന്ന വ്യക്തി ആകാശത്തിൽ വസിക്കുന്ന അല്ലെ സിംഹാസനങ്ങളിൽ വസിക്കുന്ന തമ്പുരാന്റെ പദ്ധതിയുമായിട്ട് അലൈൻ ചെയ്യപ്പെടണമെങ്കിൽ, so even as we who are staying on this earth, if our plans and our purposes, if they need to be aligned according to God's plan, ഒന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കണം. first is we need to have the Spirit of God residing in us.
രണ്ട്, ദൈവത്തിന്റെ വചനപ്രകാരം നാം നമ്മുടെ ജീവിതത്തെ അലൈൻ ചെയ്യണം. And another thing, we need to align our lives according to the word of God. അപ്പോൾ അങ്ങനെ അലൈൻ ചെയ്തെങ്കിൽ മാത്രമേ ഈ വചനം പറയുന്നത് പോലെയുള്ള ആ അനുഗ്രഹങ്ങൾ നമ്മുടെ അകത്തേക്ക് നമ്മുടെ വെസലിനകത്ത് വന്നു വീഴത്തുള്ളൂ. So only if we align our lives according to the word of God, whatever blessings God has bestowed and written in the word of God may continue in our life. നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ മഴ പെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇവിടെ ആണെങ്കിലും നമ്മൾ വെള്ള സംഭരണികളുണ്ട് അല്ലേ? In India as well as here, when the rain falls, അപ്പൊ അതിന്റെ അടിയിൽ കൊണ്ടുവന്ന് നമ്മൾ ജാറുകൾ കുടങ്ങൾ കൊണ്ട് വെക്കാറുണ്ട് അല്ലേ? we usually have a barrel or something to store water. എന്നാൽ ചിലതൊക്കെ കാറ്റടിച്ച് ചിലതൊക്കെ വെള്ളം വീണ് പൊസിഷൻ തെറ്റി കഴിയുമ്പോൾ അത് മറിഞ്ഞു കിടക്കും അല്ലെങ്കിൽ മാറി നിൽക്കും. But sometimes if they are not strong enough, they will, because of wind or heavy rain, they may tumble and fall down. അപ്പോൾ നമ്മൾ വെച്ചെടുത്ത് അല്ലെങ്കിൽ ഇങ്ങനെ ചോർന്ന് വരുന്ന ഏതെങ്കിലും ഒരു കോണിലോ നമ്മൾ എവിടെങ്കിലും കൊണ്ടുവെക്കുമ്പോ, so wherever we have kept where the water is coming flowing through, അത് വീട് നിന്ന് അനുപാതികമായിട്ട് ആ വെസലിനെ അവിടെ പൊസിഷൻ ചെയ്തില്ലെങ്കിൽ അത് നിറയത്തില്ല. if we don't position, if we don't keep it in the right place, this barrel would never fill up. അപ്പോൾ ഒന്നാമതായിട്ട് ആ മഴ ലഭിക്കുന്ന പൊസിഷൻ നമ്മൾ മനസ്സിലാക്കണം. So first thing, we need to know where the water is going to flow down. അതുപോലെയാണ് നാം ഓരോരുത്തരും നമ്മളെ വെസലായി പണിത കർത്താവിന് ഒരു ഉദ്ദേശമുണ്ട്. ദൈവത്തിന്റെ ആ പ്ലാനിനനുസരിച്ച് പദ്ധതിക്കനുസരിച്ച് നമ്മൾ നമ്മളെ അലൈൻ ചെയ്യണം. So just according similar to that, we need to align our lives, our own vessels, that is our life, according to God's plan, and then we can expect from God. അങ്കിൽ മാത്രമേ നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നത് അനുഭവിക്കുവാൻ പറ്റത്തുള്ളൂ. Only then whatever God is promising through the word of God we can experience. പത്രോസിന്റെ ലേഖനത്തിൽ അവിടെ 3-ാം അധ്യായം തുടങ്ങുമ്പോൾ ഭാര്യ ഭർത്താക്കന്മാരുടെ ജീവിതത്തെ കുറിച്ചാണ് അവിടെ പറയുന്നത്. In 1 Peter chapter 3 we read about wives and husbands. In 1-ാം അധ്യായത്തിൽ താഴോട്ട് വായിക്കുമ്പോൾ വ്യക്തികളായിട്ടും സഭയോടും ഭാര്യ ഭർത്താവിനോടും ഒക്കെ പറയുന്നതായിട്ട് നമുക്ക് താഴോട്ട് വായിക്കാൻ പറ്റും. we continue, even as we continue reading in chapter 3, we see about the church and about the family life. അതിന്റെ അർത്ഥം ഇതിങ്ങനെയാണ്. And its meaning is, സഭയ്ക്കകത്ത് വ്യക്തികൾ കൂടിച്ചേരുമ്പോഴാണ് ഒരു സഭയായി മാറുന്നത്. the fellowship becomes a fellowship when fellow members come together. ആ വ്യക്തികൾ കുടുംബങ്ങളായി മാറുമ്പോഴാണ് അതൊരു കൂട്ടായ്മയായി മാറുന്നത്. And when every individual come together, it becomes a fellowship. വ്യക്തികളും കുടുംബങ്ങളും തലമുറകളും എല്ലാം ചേർന്നതാണ് ഒരു സഭ, ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത്. When individual families, everyone come together, it becomes a fellowship. അതുകൊണ്ടാണ് 8-ാം വാക്യത്തിൽ ഒരു പദത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. And so in verse 8 it starts from one word. അവിടെ ഇങ്ങനെ പറയുന്നു, ഫൈനലി ഓൾ ഓഫ് യു എന്നാണ് വാക്ക് പറയുന്നത്. It starts with finally. എന്ന് പറഞ്ഞാൽ തീർച്ച, അതിനപ്പുറത്ത് മറ്റൊരു മറുവാക്കില്ല എന്നാണ് അതിന്റെ അർത്ഥം. It means that this is the end and that is the final say of God. ഇതിനപ്പുറത്ത് ഒരു ഓപ്ഷൻ ഇല്ല എന്നാണ് അതിന്റെ കാര്യം. And there is no other option apart from this what is said. ഇതിന്റെ അപ്പുറത്ത് ഒരു ഓൾട്ടർനേറ്റീവ് ഇല്ല. ഇതുപോലെ നടന്നെങ്കിൽ മാത്രമേ അനുഗ്രഹം നമ്മൾ അനുഭവിക്കാൻ പറ്റത്തുള്ളൂ. And there is no other choice besides what it is written here, and this is the path which you have to take. 3-4 കൂട്ടം കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. We read about 3 to 4 things here in these words. അവിടെ ഒന്നാമത്തെ കാര്യം പറയുന്നു, ഐക്യമത്യം ഉണ്ടായിരിക്കണം. There should be a unity of mind. 2, സഹതാപം ഉണ്ടായിരിക്കണം. Sympathy. 3, ഹല്ലേലൂയ, സഹോദര പ്രീതി ഉണ്ടായിരിക്കണം. Brotherly love. 4, മനസ്സലിവ് ഉണ്ടായിരിക്കണം. Tender heart. 5, വിനയബുദ്ധി ഉണ്ടായിരിക്കണം. Humble mind. അപ്പൊ എന്തൊക്കെ ഉണ്ടായിരിക്കണം? So what all we need to have? 1, First, ഐക്യത ഉണ്ടായിരിക്കണം. unity of mind. 2, മനസ്സലിവ് സഹതാപം ഉണ്ടായിരിക്കണം. Sympathy. 3, സഹോദര പ്രീതി ഉണ്ടായിരിക്കണം. Brotherly love. മനസ്സലിവ് ഉണ്ടായിരിക്കണം. Tender heart. വിനയബുദ്ധി ഉണ്ടായിരിക്കണം. And a humble mind. ഇത് മാത്രം മതിയോ? Just this. ഇനി അടുത്ത വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ദോഷത്തിന് ദോഷവും, Do not repay evil for evil. ശകാരത്തിന് ശകാരവും, Reviling for reviling. പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടത്. അതിന്റെ അർത്ഥം, ഡു നോട്ട് ഡു ഈവിൾ ഫോർ ഈവിൾ, റിവൈലിംഗ് ഫോർ റിവൈൽ. പകരത്തിന് പകരം കൊടുക്കാതെ, Do not repay evil for evil. ഹല്ലേലൂയ, ശത്രുതയ്ക്ക് പകരം ശത്രുത കൊടുക്കാതെ,
Do not repay evil for evil, അല്ലെങ്കിൽ അവരെ അനുഗ്രഹിക്കുമ്പോൾ നാമും അനുഗ്രഹിക്കപ്പെടുക. but instead if we start blessing them, God will also start blessing us. അങ്ങനെയല്ലേ അതിന്റെ വചനത്തിന്റെ സാരാംശം. അപ്പൊ ഈ വചനപ്രകാരം നമ്മളെ അലൈൻ ചെയ്തെങ്കിൽ മാത്രമേ അനുഗ്രഹം എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അനുഭവിക്കാൻ പറ്റത്തുള്ളൂ. So only if we align our lives according to this word, we can receive the blessings that is written here. ഇത് വളരെ ഗൗരവത്തോടെ ഏറ്റെടുക്കേണ്ട കാര്യങ്ങളാണ്. And we need to take this very seriously. കാരണം ദൈവത്തിന്റെ ആ അനുഗ്രഹവുമായിട്ട് ഞാൻ അലൈൻ ചെയ്തെങ്കിലേ എനിക്ക് അത് എന്നിലേക്ക് അത് വന്നു ചേരത്തുള്ളൂ. Only if I am aligning according to God's plan, I would be a blessing according to what God says. അല്ലെങ്കിൽ നമുക്ക് കണ്ടിട്ട് പോകാം, Otherwise we can just see and leave from here. നോക്കിയിട്ട് പോകാം, We can look and go, അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് പോകാം. or we can just enjoy and leave. വ്യക്തിപരമായ അനുഭവങ്ങൾ ഒരിക്കലും ഉണ്ടാകത്തില്ല. We would never have an individual experience about it. അതുകൊണ്ടാണ് പല ആത്മീയ കൂട്ടായ്മകളും ഒരു ഉപരി വിപ്ലവമായി മാറിപ്പോകുന്നത്. That's the reason why most of the spiritual gatherings, it just becomes a tradition, like a occasion for everyone. അവിടെ കീബോർഡ് ഉണ്ട്, ഗിറ്റാർ ഉണ്ട്, പാട്ടുകാരുണ്ട്, എല്ലാം നല്ല രീതികൾ എല്ലാം ഉണ്ട്. They have every instrument that you can think about. നമ്മളെ മയക്കുന്ന, നമ്മളെ കൊഴിപ്പിക്കുന്ന, നമ്മളെ സന്തോഷിപ്പിക്കുന്നതായ സകലതുമുണ്ട്. And there would be good music that would really make us lively. അപ്പം ഇതെല്ലാം ഉണ്ടെങ്കിലും വ്യക്തിപരമായ അനുഭവങ്ങളിൽ ഇന്നും അതുപോലെ തന്നെയായിരിക്കുന്നത്. Even though we may have everything that we can think about, still in our individual experience we are dead. കാരണം അനുഗ്രഹിക്കുന്നവനായ ദൈവത്തിന്റെ അനുഗ്രഹത്തിനനുസരിച്ച് തിരുവചന പ്രകാരം ഞാൻ അലൈൻ ചെയ്തിട്ടില്ല. The reason behind is since God has promised me to bless, and if I am not aligned to his ways, I would not be a blessing. ഇനിയും എൻ്റെ ആ വചനത്തിനകത്തേക്ക് ഒരു കാര്യം കൂടെ ഒന്ന് കയറി പറഞ്ഞതിന് ശേഷം നമുക്ക് നിർത്താൻ, സമയം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. So we'll continue to the words that we first said. ദൈവത്തിന് അനുഗ്രഹിക്കാൻ നമ്മുടെ എന്തെങ്കിലും വേണോ? If God wants to bless us, does God need anything from us? വേണോ? Does he need anything from us? Yes or no? ദൈവത്തിന് നമ്മുടേതൊന്നും വേണ്ട. വേണോ? God doesn't need anything from us. വേണോ? എല്ലാവർക്കും ഒരു സംശയമുള്ള പോലൊക്കെ തോന്നുന്നു. ദൈവത്തിന് നമ്മുടെ ഒരു ഇൻപുട്ടും ആവശ്യമില്ല. God doesn't need any of our inputs to bless us. പക്ഷേ ദൈവം ഒരു വ്യക്തിയിൽ ഒന്നും അനുഗ്രഹിക്കാതെ അവനെ സൃഷ്ടിക്കത്തുമില്ല. But God will never create a person without giving any blessing to that person. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ഒന്നും ദൈവത്തിന് വേണ്ട, ദൈവത്തിന് നമ്മളെ അനുഗ്രഹിക്കാൻ. God doesn't need any of our input to bless us. പക്ഷേ അനുഗ്രഹിക്കുന്ന ദൈവം ആയതുകൊണ്ട്, but just because God is a God of blessing, സർവശക്തനായ ദൈവമായതുകൊണ്ട്, because he is a sovereign God, സർവജ്ഞാനിയായ ദൈവമായതുകൊണ്ട്, because he is the most intelligent God, സ്നേഹത്തിന്റെ ഉറവിടമായതുകൊണ്ട്, because he is the source of love, അവൻ എന്തെങ്കിലും ഒന്ന് സൃഷ്ടിച്ചാൽ അതിനകത്ത് ഒരു അനുഗ്രഹം വെസ്റ്റ് ചെയ്തിട്ടാണ് അത് ക്രിയേറ്റ് ചെയ്യത്തുള്ളൂ. if he creates anything, he must have inputted some source of blessing in it. ആദ്യം നമ്മളെ ജനസിസിൽ നോക്കുമ്പോൾ സകലതും അവന്റെ വാഗുകൊണ്ട് സൃഷ്ടിച്ചപ്പോൾ, വാക്കുകൊണ്ട്, when we read in Genesis how he created the whole creation with a word, ഏറ്റവും ഒടുവിൽ ഇങ്ങനെ എഴുതി, അതെല്ലാം നല്ലതെന്ന് കണ്ടു. and in the end he said that it was very good. അപ്പം അനുഗ്രഹിക്കുന്ന ദൈവം, the God who blesses, സ്നേഹിക്കുന്ന ദൈവം, the God who loves, സർവജ്ഞാനിയായ ദൈവം, the God who is the God of wisdom, സർവ അധികാരമുള്ള ദൈവം, the God who has the whole authority, തന്റെ കൈകൾ കൊണ്ട് നമ്മളെ മെനഞ്ഞെങ്കിൽ നമ്മളെ ഒരു അനുഗ്രഹമെങ്കിലും തരാതെ നമ്മളെ സൃഷ്ടിക്കുമോ? if he has created us with his own hands, will he not make us a blessing in some way? ഇന്നൊന്ന് പകലൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഒരു അനുഗ്രഹം പോലും തരാതെയാണോ, ഒരു ടാലന്റ് പോലും തരാതെയാണോ കർത്താവ് നമ്മളെ സൃഷ്ടിച്ചേക്കുന്നത്? Can we think in ourselves, has God created us without any blessing or talent in our life?
ഒന്നല്ല, ഇഷ്ടം പോലെ കൃപകളും കഴിവുകളും ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. Not just one, God has given us a lot of talents and skills in our life. അത് എന്തിനാ ദൈവം അതിനകത്ത് വെസ്റ്റ് ചെയ്തെന്ന് അറിയാമോ? And you know why God has entrusted with those talents? നമ്മൾ ആ ഒരു അനുഗ്രഹത്തിൽ നമ്മൾ കർത്താവുമായിട്ട് അലൈൻ ചെയ്ത് ഇരിക്കുമ്പോൾ ദൈവം അത് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. So when we align ourselves according to those talents and ways God has given us, God will continue to increase us there. അതുകൊണ്ട് ഇതിന് ഞാൻ 3 ടൈറ്റിൽ കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്. So I like to give 3 titles to these verses. എന്റെ ദൈവം അല്പത്തിൽ നിന്ന് അധികത്തിലേക്ക് ദൈവം നമ്മളെ നടത്തുന്ന ദൈവം. God can make take From a little little to and the abundance. He can make it abundant. നമ്മുടെ ചെറുതിൽ നിന്ന് അല്പത്തിൽ നിന്ന് അധികത്തിലേക്ക് ദൈവം നടത്താൻ പോവുകയാണ്. He can take a little and make it abundant. ദൈവം നമ്മുടെ നുറുക്കുകളിൽ നിന്ന് ശേഷിപ്പിലേക്ക് കൊണ്ടുവരുന്ന ഒരു ദൈവമാണ്. And God can take the crumbs and He can make a big fill in it. ഒന്ന് പറഞ്ഞേ, നമ്മുടെ നുറുക്കുകളെ ദൈവം എന്താക്കി മാറ്റും? ശേഷിപ്പുകളാക്കി ദൈവം മാറ്റും. God can take the crumbs in our life and make it leftovers in our life. 3 അല്പം എണ്ണയിൽ നിന്ന് നിറവിന്റെ നിറവിലേക്ക് ദൈവം നമ്മളെ മാറ്റാൻ പോകും. God can take a little oil and make it an abundant oil storage for ഈ us. 3 ചരിത്രങ്ങളും ഞാൻ ഇന്ന് പകൽക്കാലം പറയാൻ ആഗ്രഹിക്കുന്ന ഇതിന്റെ സാരാംശങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. I don't want to explain these three summaries of these verses because ഒരിക്കൽ യേശു ഒരു ഉപമ പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞു. Once God, when Jesus was saying a parable, He said, മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ 21 മുതലുള്ള കാര്യങ്ങളിലാണ് അത് കടക്കുന്നത്. in Matthew chapter 21, ഞാൻ വേഗത്തിൽ അത് പറഞ്ഞു പോകാം. I'll just say it quickly. ഒരു യജമാനൻ തന്റെ ലോങ് ട്രിപ്പിനായിട്ട് പോയപ്പോൾ തന്റെ സെർവന്റ്സിനെ 3 എണ്ണത്തിനെ ഇങ്ങോട്ട് വിളിച്ചു. A master, he was going for a journey and he calls his 3 servants. നമുക്ക് അറിയാവുന്ന പശ്ചാത്തലമായതുകൊണ്ട് വേഗത്തിൽ ഞാൻ ഓടിച്ചു പറയാം. I will just say it quickly because we know about it. ഒരാൾക്ക് 5 താലന്റ് കൊടുത്തു. One person got 5. ഒരാൾക്ക് 2 താലന്റ് കൊടുത്തു. One got 2. ഒരാൾക്ക് 1 താലന്റ് കൊടുത്തു. And one servant got 1 talent. എന്നിട്ട് അതിനകത്തൊരു വാക്ക് ഇങ്ങനെ പറയുന്നുണ്ട്. And then the master said one thing. അതിന്റെ വ്യത്യാസം വരാൻ കാരണം, The reason why it was different, അവരവരുടെ കഴിവുകൾക്കനുസരിച്ചാണ് അത് കൊടുത്തത്. it was given to them according to their skill. According to their ability, അവരുടെ കപ്പാസിറ്റി അനുസരിച്ചാണ് അവർക്ക് കൊടുത്തത്. According to what they had in what they were able for ability. എന്നാൽ ആദ്യത്തെ 2 പേരെയും കഥകൾ നമുക്കറിയാം. We know about the first 2. അപ്പം അല്പത്തിൽ നിന്ന് അധികത്തിലേക്ക് അവർ വർദ്ധിപ്പിച്ചെടുത്തു. They had the little and they made it more through their skills. 3 പേർക്കും ഒരുപോലത്തെ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. All 3 had a similar opportunity. എന്നാൽ to do it. മൂന്നാമത്തെ 1 താലന്ത് ഉള്ളവൻ, But the person having 1, അവൻ എന്ത് ചെയ്തു? അവൻ നോക്കി കണ്ടു പക്ഷെ അനുഭവിക്കാൻ പറ്റിയില്ല. but that servant, he just saw but he couldn't experience it. അതിന്റെ കാരണങ്ങൾ വിശദമായിട്ട് ഞാൻ വാക്യം വായിച്ച് ഉദ്ധരിക്കുന്നില്ല. I don't want to read and waste my time. ഒന്നാമത്തെ കാരണം ഇങ്ങനെയാണ്. First thing is, അവന്റെ ദൈവത്തിങ്കലേക്കുമല്ല അവൻ നോക്കിയത്, അവൻ മറ്റുള്ളവരിലേക്കാണ് നോക്കിയത്. because he didn't look to God but he looked at others. അല്ലെങ്കിൽ മറ്റുള്ളവർ ഇവരിൽ നിന്ന് വ്യത്യസ്തമാനവൻ കാരണം അവർ തന്ന യജമാനിലേക്കും തന്ന എബിലിറ്റി കൃപയിലേക്കും അവർ നോക്കി. Instead of looking at him, instead of looking at his master, he was looking at his own talent and skill. അങ്ങനല്ല. ആ 1 കിട്ടിയവൻ എന്താ ചെയ്തത്? 2 കിട്ടിയവനെയും 5 കിട്ടിയവനെയും നോക്കിക്കൊണ്ടിരുന്നു. Person who got 1, he looked at servants who got 5 and 2 talents. തനിക്ക് കിട്ടിയ നന്മയിലേക്കും തനിക്ക് തന്ന ദൈവത്തിങ്കലേക്കും യജമാനിലേക്കും അവൻ നോക്കിയില്ല. And he didn't look at his master or the creator who has given him talents. അങ്ങനെ അവൻ നോക്കിയിരുന്നെങ്കിൽ, and if he would have looked at his master, ദൈവം അവിടെ യജമാനൻ ഒരു കാര്യവും പറയുന്നില്ല നിങ്ങൾക്ക് ഇത്രേ നേടാവൂ എന്ന് പറയുന്നുണ്ടോ? Master never said that you can gather only this much. There was no limit. ഒരു ബൗണ്ടറി വെക്കുന്നുണ്ടോ? Master didn't put a boundary on anything. എത്ര വേണേലും നിനക്ക് വർദ്ധിപ്പിച്ചെടുക്കാം. You can increase it as much as you can. 5 കിട്ടിയവനേക്കാൾ നിനക്ക് കൂടുതൽ വർദ്ധിപ്പിച്ചെടുക്കാം. You can even increase more than those who got 5 talents. സാധ്യതകൾ വളരെ നിന്റെ മുമ്പിലുണ്ട്. And you have a lot of sources in front of you. തന്ന യജമാനന്റെ കഴിവിലേക്കും to look at the master who is talented. തന്ന ബ്ലെസ്സിംഗിലേക്ക് നോക്കാതെ മറ്റുള്ളവരിലേക്ക് നോക്കിയതുകൊണ്ട് അത് അനുഭവിക്കാൻ പറ്റിയില്ല. Just because he looked at himself, he couldn't increase it further.
ഞാൻ പറയുന്ന കാര്യം മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ If we need to be blessed, ഇത് പറഞ്ഞ തമ്പുരാനിലേക്ക് നമ്മൾ നോക്കണം. we need to look upon the Father who has given us. വിശ്വാസത്തിന്റെ നായകനും പൂർത്തിവരുത്തുന്നതുമായ യേശുവിനെ നോക്കിക്കൊള്ളുവീൻ. We need to look upon Jesus, the author and the finisher of our faith. അവനാണ് ആരംഭിച്ചതെങ്കിൽ, If he has started, ദൈവമാണ് നമുക്ക് തന്നതെങ്കിൽ, if God has given to us, അവനെ നോക്കി യാത്ര തിരിച്ചാൽ ഫിനിഷിംഗ് ലൈനിൽ എത്താൻ പറ്റും. if we look unto him and continue our journey, we will reach the destination. ഇവിടെയും അവിടെയും എത്താൻ പറ്റും. We will reach here in our destination as നമ്മൾ well as തല in the കുനിക്കാൻ heaven. എന്റെ ദൈവം He അനുവദിക്കത്തില്ല. will never allow our head to be ashamed. ഇവൻ എന്താ ചെയ്തതിന് പകരം എന്താ ചെയ്തത് what നമുക്കറിയാം. did he 22-ാം do വാക്യത്തിനകത്ത് instead? ഒന്ന് വായിക്കാം. 22-ാം വാക്യം, 18-ാം വാക്യം, 25-18 മത്തായി 25-18. ഓക്കെ, Verse 18 of chapter 25. But he who had received the 1 talent went and dug in the ground and hid his master's money. ആമേൻ. മലയാളത്തിൽ നമ്മളൊന്ന് വായിക്കാം. ഒന്ന് ലഭിച്ചവന് പോയി നിലത്തൊരു കുഴി കുഴിച്ച് യജമാന്റെ ദ്രവ്യം എന്ത് ചെയ്തു? മറച്ചു വെച്ചു. ഒന്ന്, ഇത് ഇവന്റെ ആണോ? First thing, it was not his own money. അല്ല. ആണോ? അല്ല. പക്ഷെ പെരുമാറുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇത് ഞാൻ എന്തോ ഉണ്ടാക്കിയെടുത്ത സംഭവമാണെന്നുള്ള രീതിയിലാണ് നമ്മുടെ നടപ്പും ഇരിപ്പും ഭാവവും പ്രവൃത്തിയും സംസാരവും എല്ലാം. But our action, our way of talking and talking to people and dealing with things is all as if we have received everything on our own, not from our master. ഒരു ടാലന്റ് കിട്ടിയാൽ മതി. നമ്മൾ നടക്കുന്ന നടപ്പ് കണ്ടു കഴിഞ്ഞാൽ ഇത് ഞാൻ സംതിങ് ഔട്ട് ഓഫ് ക്രിയേറ്റ് ചെയ്തെടുത്തതാണ്, നത്തിങ് നിന്ന് ഞാൻ ക്രിയേറ്റ് ചെയ്തെടുത്ത എൻ്റെ കഴിവിൽ ഉണ്ടാക്കിയെടുത്താന്നുള്ള ഭാവത്തിൽ നമ്മൾ ഇരിക്കുമ്പോൾ പരാജയം സംഭവിക്കാൻ വളരെ എളുപ്പമാണ്. Even if we receive one talent, we think that we have done everything through our own, we have achieved on our own, and that's the reason for our failures in our life. ഒന്ന്, ഇവൻ എന്ത് ചെയ്തു? യജമാനന്റെ വക എടുത്ത് കുഴിച്ചിട്ടു. First thing he did is he took his master's money and he dug inside the ground. രണ്ട് കാര്യം പറയായിരുന്നു, എനിക്ക് ഈ ജോലിക്ക് തുടരാൻ പറ്റത്തില്ല. He could say two things. First, I wouldn't like to continue in this work. അങ്ങയുടെ ദാസനായിട്ടിരിക്കാൻ എനിക്ക് പറ്റത്തില്ല, ഞാൻ പോവാണ്. I cannot continue as your servant. I am leaving this job. അങ്ങ് തന്ന ഈ താലന്റ് അങ്ങേക്ക് അങ്ങ് തിരിച്ചു തരുക എന്ന് പറഞ്ഞ് അവന് ഒഴിവ് പറയാമായിരുന്നു, പോകാമായിരുന്നു. Whatever money you have given me, here it is. I am giving it back to you and I am leaving. നമ്മൾ അതിന്റെ താഴോട്ടുള്ള വാക്യത്തിൽ നിന്ന് ഏറ്റവും ഒടുവിലെ വാക്യം ഒന്ന് വായിക്കാമോ? ഉള്ളവന് അധികം കൊടുക്കുകയും ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളവനെടുത്ത് കൊടുക്കുകയും ചെയ്യുന്നൊരു വാക്യമുണ്ടെന്ന് വായിക്കാമോ? അതിന്റെ 29 ഒന്ന് വായിക്കാമോ? For to everyone who has will more be given and he will have an abundance, but from the one who has not, even to what he has will be taken away. കണ്ടോ? ഇത് വായിക്കുമ്പോൾ നമുക്ക് തോന്നും എന്തോ അനീതിയുള്ള ദൈവം ഇത്, അല്ലേ? But when we read these words, we think how injustice is God, unjust. എടാ, ഉള്ളവന് പിന്നെയും കൊടുക്കുന്നു, ഇല്ലാത്തവന്റെ കൈയിൽ നിന്ന് എടുത്ത് ഉള്ളവന് കൊടുക്കുന്നു. So those who have more, God is going to give more, but those who do not have any, God will take what they have and take it away. ഈ വാക്യം വായിക്കുമ്പോൾ അനീതിയുള്ള യജമാനനായിട്ട് നമുക്ക് തോന്നും. And when we look at these verses, we think that God is unjust. പക്ഷേ ഈ ഇങ്ങനെ ഒരു ഡിസിഷൻ യജമാനൻ എടുക്കാനുള്ള കാരണം why the master took this decision was, എന്തൊക്കെയായിരിക്കും? what may be the reasons? ഇവൻ കുറെ നാളായിട്ട് ദാസനായിട്ട് ബെനിഫിറ്റ് പറ്റിക്കൊണ്ടിരിക്കുക. For few years, for few months or years, he is experiencing the master's facilities here, അന്നേരം ഒന്നും ഒരു പരാതിയും ഇല്ലായിരുന്നു. and he never had a complaint until then. ഉണ്ടായിരുന്നോ? ആദ്യമൊക്കെ വരുമ്പോൾ നമുക്ക് വല്ല കർത്താവേ നീ എന്ത് തന്നാലും
നീ എന്നെ എങ്ങനെ കൊണ്ടുപോയാലും ഞാൻ അങ്ങേക്ക് വേണ്ടി ജീവിച്ചോളാം. That's how we in our initial days we tell to God, God, whichever way you take me, whatever path you prepare for me, I will just go. God, I am just surrendering my life. എൻ്റെ കർത്താവേ, അങ്ങയുടെ സ്നേഹത്തിനായിട്ട് സ്തോത്രം. എന്നെ പാപച്ചേറ്റിൽ നിന്ന് എന്നെ വിടുവിച്ച് ഈ രക്ഷയുടെ പാറമേൽ എന്നെ നിർത്തിയല്ലോ. ഞാൻ അങ്ങേക്ക് വേണ്ടി ജീവിച്ചോളാം സമർപ്പിച്ച് അവൻ്റെ ഹല്ലേലൂയ ദാസനായി നമ്മളെ തന്നെ സമർപ്പിച്ച കാലമുണ്ടായിരുന്നു. We always thank God for his love towards us, how he took us out from the miry clay and he kept us on the rock, and we continue praising God for that. കാലാകാലങ്ങളായി നമ്മുടെ അഴുക്കുകളെല്ലാം കഴുകി വൃത്തിയാക്കി നല്ല വസ്ത്രം ധരിച്ച് മോതിരമിടിപ്പിച്ച് വീട്ടിലെ ഒരു ദാസനാക്കി മാറ്റിയ ഒരു നല്ല യജമാനനെ നമ്മൾ അന്ന് വാഴ്ത്തി പുകഴ്ത്തുമായിരുന്നു. And we would always praise this master who has all these years he has been cleansing us from our sins, and he has been giving us new clothes, and he would prepare us for his banquet, and we would always be thankful in his presence. ആ ഭവനത്തിലെ യജമാന്റെ സകല നന്മയിലെ ഒരു ഓഹരി നമുക്ക് ലഭിക്കുമായിരുന്നു. And whatever treasures or whatever values or facilities the master was having in his kingdom, we could also enjoy it. പാടുന്നതിന് മുമ്പ് ജോബിൻ പറഞ്ഞതുപോലെ അന്ന് നമ്മൾ ചെയ്യുന്നതെല്ലാം ദൈവ സ്നേഹത്തിലായിരുന്നു. Just as we heard earlier that we were doing everything through love. ഒരു ലാഭവും പ്രതീക്ഷിക്കാതെ കർത്താവിനു വേണ്ടി ജീവിക്കുവാൻ സ്നേഹത്തിൽ താഴ്മയിൽ മുമ്പ് വായിച്ചതുപോലെ ഐക്യതയിൽ സഹോദര പ്രീതിയിൽ എല്ലാം ആരംഭിച്ച ജീവിതം. We were never expecting anything in return. We were not looking for profits, but we were ready for loss, and still we would do it for love. ഈ വിശ്വസ്തത കണ്ടപ്പോൾ, And when God saw this faithfulness, അതും നമ്മുടെ കഴിവല്ല, കൃപയാൽ അവൻ നമുക്കൊരു ടാലന്റ് തന്നു. and then it was not our own skill, but it was his grace that God has given us more talents. അത് രോഗസൗഖ്യമായിക്കോട്ടെ, പാടുന്ന കൃപയായിക്കോട്ടെ, ആരോഗ്യമായിക്കോട്ടെ, ജോലി ആയിക്കോട്ടെ, നന്മയായിക്കോട്ടെ, എന്തും കർത്താവിന്റെ കൃപയാ. And it may be any materialist thing. It may be the job, it may be the car, it may be our house, or whatever talents we have in our life, it is all his grace. മറ്റു രണ്ടുപേർ വ്യത്യസ്തരാക്കി മാറ്റിയതിന്റെ കാരണം അവർക്ക് ആ സ്നേഹം നിലനിന്നിരുന്നു. The two other servants, they could do something for the master because they knew the love towards for their master. 5 കിട്ടിയവൻ 2 കിട്ടിയവനെ 1 കിട്ടിയവനെ കുറിച്ച് കണ്ടിട്ട് അവൻ നഗളിച്ചില്ല. ഇത് ദൈവത്തിന്റെ കൃപയാണെന്ന് ആ കൃപയിൽ അമർന്നുകൊണ്ട് ദൈവ സ്നേഹത്തിൽ അതിനുവേണ്ടി അധ്വാനിക്കാൻ തുടങ്ങി. അവൻ ചെയ്തതിനേക്കാൾ പ്രതിഫലം കൊടുത്ത് ദൈവം അവനെ വർദ്ധിപ്പിക്കുവാൻ ഇടയായി. So those who got 5 and 2, they remembered God's faithfulness and his love towards them, and they continued to work hard towards that goal, and God rewarded them richly in the end. ദൈവം അല്പത്തിൽ നിന്ന് അധികത്തിലേക്ക് കൊണ്ടുവരുന്ന ദൈവമാണ്. My God can take a little and make it abundant in your life. നിന്റെ നുറുക്കുകളെ ശേഷിപ്പുള്ളവനാക്കി തീർക്കുന്ന ദൈവമാണ് എൻ്റെ ദൈവം. He can take your crumbs and he can convert it into leftovers in your life. നിന്റെ വീട്ടിലെ അല്പ എണ്ണയെ അധികമാക്കി മാറ്റാൻ കഴിവുള്ളവനാണ് എൻ്റെ ദൈവം. He can take a little oil in your life and make it into abundance in your life. പകൽ എത്ര പേർ ഈ വചനത്തെ മനസ്സിലാക്കുന്നു, അത് ബോധ്യമുള്ളവർ അതിന് വിശ്വാസത്തോടെ പ്രതികരിക്കുക. How many of us believe these words and accept it in your life? എനിക്ക് 1-ലല്ല 2-ലല്ല 5-ലല്ല ഞാൻ പുകഴേണ്ടത്, ഞാൻ പുകഴുന്നത് യജമാനന്റെ സ്നേഹത്തിലാണ്. I don't praise myself in the 1 or 2 or 5 talents that I have received, but it is his love that is taking me again. ഞാൻ പുകഴുന്നത് യജമാനന്റെ വിശ്വസ്തതയിലാണ്. The only thing I praise about is his faithfulness towards my life. ഞാൻ പുകഴുന്നത് യജമാനന്റെ പരിപാലനത്തിലാണ്. I praise his garden, his protection over my life. ഞാൻ പുകഴുന്നത് ഞാൻ ചെയ്തതിനേക്കാൾ അധികമായി മടക്കി തരുന്ന അധികാരമുള്ള യജമാനന്റെ കീഴിലാണ്. I praise him because he can give more than what I had worked for. That is my Father. Can we all stand up on our feet for a moment? ദൈവം നിങ്ങളുടെ എണ്ണയെ വർദ്ധിപ്പിക്കാൻ പോകുകയാണ്. God is going to increase your oil. അല്പം നുറുക്കുകളെ ദൈവം ശേഷിപ്പിലേക്ക് കൊണ്ടുവരാൻ പോകുകയാണ്. God is going to take your crumbs and make it leftovers in your life. ഒന്ന് സമർപ്പിച്ചു കൊടുത്താട്ടെ. Let's submit our lives in our കർത്താവേ, ഈ മനോഭാവത്തോടെ ദൈവവചനപ്രകാരം ഞാൻ എന്നെ തന്നെ അലൈൻ ചെയ്യുകയാണ്. God, I submit my life according to the words that we have heard, Lord. പ്രവാചക ശിഷ്യൻ മരിച്ചുപോയി. The prophet died already.
രണ്ട് കുഞ്ഞുങ്ങളെയും കടക്കാര് പിടിക്കാൻ കടന്നു വരികയാണ്. And the debtors were here for taking their sons back. എലീശ ചോദിച്ച, യജമാനൻ ചോദിച്ച ഒറ്റ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. The prophet asked only one thing. ദൈവത്തെ സേവിക്കുന്ന യജമാനൻ നല്ല ബോധ്യമുണ്ട്. Because he is serving the living God, he knows only one thing. തന്റെ കൂടെ നടന്ന പ്രവാചകനെ കുറിച്ച് നല്ല ബോധ്യമുണ്ട്. He knew the prophets who were walking with him. അവന്റെ ശുശ്രൂഷയെ കുറിച്ച് പ്രവാചകന് ബോധ്യമുണ്ട്. And he knew the ministry that prophet who passed away had in his life. ആമേൻ. അവൻ അറിയാം ആ പ്രവാചകന്റെ വീട്ടിൽ എന്തെങ്കിലും ഒരു ബ്ലെസ്സിംഗ് കാണാതിരിക്കത്തില്ല. And he knew that this prophet who was no more had some blessing in his life. അതുവരെ ഭാര്യയും കുഞ്ഞുങ്ങളും അതിനെ വലിയ നോട്ടിഫൈഡ് ചെയ്തിട്ടില്ല. Maybe the wife or the children may never have recognized those blessings. ആ ഭർത്താവിന്റെ കഴിവുകളെ കൃപകളെ ശുശ്രൂഷകളെ വലുതായിട്ട് കണ്ടിട്ടില്ല ഇതുവരെ. They may not have considered it greater, the ministry that the prophet had in his life. അത് ദൈവത്തിന്റെ ദാനമാണെന്ന് ഇതുവരെ തിരിച്ചറിയാനുള്ള കണ്ണ് തുറന്നിട്ടില്ല. They may never have thought about that this is God's grace that is on his എന്റെ life. യൗവനക്കാരൻ നിന്റെ മാതാവിന്റെ പിതാവിന്റെയും അതിന്റെ നന്മകളെ തിരിച്ചറിയാൻ ഇന്ന് പകലൊന്ന് വിട്ടുകൊടുത്തേ. My dear brothers and sisters, let's examine, let's understand the blessings that your parents have done for you. ചില ജീവിത അനുഭവങ്ങളിലൂടെ നിന്നെ ഇവിടെ ഒറ്റപ്പെടുത്തി കടത്തിക്കൊണ്ട് പോകുന്നതിന്റെ കാരണം, The reason why sometimes you are feeling lonely in your life, നിന്റെ റൂമിനകത്ത് കഴിഞ്ഞ നാളുകളിൽ ദൈവം ഉപയോഗിച്ച മാതാവിന്റെ പിതാവിന്റെ ചില എണ്ണകൾ അവിടെ ഉണ്ട്. അത് ബ്ലെസ്സിംഗ് ആണെന്ന് തിരിച്ചറിവിലേക്ക് നിന്റെ കണ്ണു തുറപ്പിക്കാൻ ദൈവം കൊണ്ടുവരുന്നതാണെന്ന് ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിനത് പ്രതികരിച്ചാട്ടെ. God just wants you to understand that it is just a little oil that your parents have stored for you, and this is the reason why he is taking through the ways of loneliness in your ഇന്ന് life. പകൽ ആ പ്രവാചക ശിഷ്യന്റെ ഭാര്യ തപ്പാൻ തുടങ്ങി വീടിനകത്ത്. The prophet's wife, she started searching for the vessels in her house. അവസാനം താൻ പ്രവാചകൻ തന്റെ ഭർത്താവ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ മുറിയിലായിരിക്കാം ഒരു പക്ഷേ ആ നന്മ കണ്ടെത്തിയത്. And maybe she found the prophet where he was praying inside his room. അത് മറ്റൊന്നിനും ഉപയോഗിക്കുന്ന ഒരു എണ്ണയല്ലായിരുന്നു. And it was not the oil which was used for anything else. വീട്ടിലെ കറിക്കും വീട്ടിലെ ഹല്ലേലൂയ മറ്റു കാര്യങ്ങൾക്കും സൊറ പറയാനും കള്ളത്തെ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു നടക്കാൻ ഗോസിപ്പ് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന എണ്ണയല്ല ആ എണ്ണ. It was not the oil that was used for just chatting or having a gossip with people. ആ എണ്ണ സാങ്ക്ടിഫൈ ചെയ്ത് അനേകരെ ശുശ്രൂഷിക്കാൻ വേണ്ടി മാറ്റിവെച്ച ദൈവത്തിന്റെ അംശമായി മാറ്റിവെച്ച എണ്ണയാണ്. It was the oil that was used to anoint and used to serve many people around them. ഇന്ന് പകൽ നീ അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ ദൈവത്തിന് വേണ്ടി സാങ്ക്ടിഫൈ ചെയ്ത് മാറ്റിവെച്ച എന്തെങ്കിലും എണ്ണ ബാക്കിയുണ്ടോ? Today, if God wants to bless you, do you have any oil that is left over? It is kept aside for God's purpose. ലോകത്തിന്റെ എണ്ണയുടെ കൂടെ ഇടകലരാത്ത ഒരു വിശുദ്ധിയുള്ള എണ്ണ ദൈവത്തിന് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ ആ അല്പത്തിൽ നിന്ന് അധികത്തിലേക്ക്. If that oil is separated from the worldly passions, then God is going to use that little oil for his name. അല്പം നുറുക്കിൽ നിന്ന് ശേഷിപ്പിലേക്ക്. From the little crumbs to the leftovers. നിന്റെ അല്പ എണ്ണയിൽ നിന്ന് കവിഞ്ഞൊഴുക്കിലേക്ക്. From the little oil to the overflowing of the ഇന്ന് oil. പകൽ ദൈവം കൊണ്ടുവരാൻ പോകുകയാണ്. God is going to bring എത്ര പേര് past in your വിശ്വസിക്കുന്നുണ്ട്? life. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? How many of you believe that? ഒന്ന് കരങ്ങൾ അടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്താൽ. Can we clap our hands and അപ്പാ, glorify his name? എന്റെ ശരീരത്തെ ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കുന്നു. Father, I give my health into your hand, ദൈവത്തിന്റെ Lord. ആലയമാകുന്ന ഈ ശരീരത്തെ ഞാൻ മാറ്റിവെക്കുകയാണ്. God, I commit my body as your എന്റെ temple, Lord. നാവിനെ, എന്റെ ഹൃദയത്തെ, എന്റെ ശരീരത്തെ ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കുകയാണ്. God, my heart, my soul, my mouth, I commit it into your hand. സഭയുടെ ഐക്യതയ്ക്ക് വേണ്ടി മാറ്റിവെക്കുകയാണ്. I submit it for the unity of the church. സഹോദര പ്രീതിക്ക് വേണ്ടി മാറ്റിവെക്കുകയാണ്. I am keeping it aside for the brotherly love. അതിഥി സൽക്കാരത്തിന് വേണ്ടി മാറ്റിവെക്കുകയാണ്. I am keeping it aside for good things in our life. മനസ്സലിവിന് വേണ്ടി മാറ്റിവെക്കുകയാണ്. I am keeping it aside for sympathy. അല്ലെങ്കിൽ പകരത്തിന് പകരം കൊടുക്കാതെ അനുഗ്രഹിക്കാൻ വേണ്ടി ഞാൻ മാറ്റിവെക്കുകയാണ്. I am going to give it not for evil, but for good. ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് ചിലവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ തിരുവചനത്തിലൂടെ.